بسم الله الرحمن الرحيم وقالوا إن نتبع الهدى معك نتخطف من أرضنا أولم نمكن لهم حرما آمنا يجبى إليه ثمرات كل شيء رزقا من لدنا ولكن أكثرهم لا يعلمون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1323 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 28-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഖസസിലെ 57-ാമത്തെ ആയത്താണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ.ഐ. വിലായത്ത് ക്ലാസ് സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖാലൂ ഇൻ നത്തബിഉൽ ഹുദാ മഅക നതഖത്തഫ് മിൻ അർദിനാ അവലം നുമക്കിൻ ലഹും ഹറമൻ ആമിനാ യുജ്ബാ ഇലൈഹി സമറാത്തു കുല്ലി ശൈഇൻ رزقا من لدنا ولكن أكثرهم لا يعلمون. صدق الله العلي العظيم. സൂറത്തുൽ ഖസസിലെ 87-ാമത്തെ ആയത്താണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധന ദൗത്യം നിർവഹിച്ചുകൊണ്ടിരുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തെ തിരസ്കരിക്കുകയും തള്ളിക്കളയുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ആളുകളുടെ ആ നിഷേധ നിലപാടിനെ പരാമർശിച്ചുകൊണ്ടുള്ള ചില കാര്യങ്ങളാണ് സൂറത്തുൽ ഖസസിൽ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ആയത്തുകളിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. എത്യോപ്യയിൽ നിന്ന് വന്ന ക്രൈസ്തവ സംഘം 20 പേരടങ്ങിയിട്ടുണ്ടായിരുന്ന ആ സംഘം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിൽ കാണുവാനും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ജീവിത ദർശനം എന്താണ് എന്നത് അദ്ദേഹത്തിൽ നിന്ന് തന്നെ കേട്ട് മനസ്സിലാക്കി കാര്യങ്ങളുടെ വസ്തുത എന്താണ് എന്ന് മനസ്സിലാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് ഉൾക്കൊണ്ടുകൊണ്ട് തിരികെ നാട്ടിലുള്ള ആളുകൾക്കൊക്കെ അതിനെക്കുറിച്ച് വേണ്ട കൃത്യമായ ഒരു ധാരണ ഉണ്ടാക്കി കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ആ ക്രൈസ്തവ സംഘം മക്കയിലെത്തിയിട്ടുണ്ടായിരുന്നത്. അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കേൾക്കാൻ അവസരം കണ്ടെത്തുകയും അവർക്ക് ചോദിക്കാനുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചറിയുകയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദൂതനാണ് എന്നത് അവർക്ക് കൃത്യമായി ബോധ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ അവര് അവിടെ വെച്ച് തന്നെ തങ്ങളുടെ ഇസ്ലാം ആശ്ലേഷണം പ്രഖ്യാപിക്കുകയാണ്. ഇത് നിരീക്ഷിച്ചുകൊണ്ടിരുന്ന മക്കയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുപക്ഷത്ത് നിലകൊണ്ടിരുന്ന ആളുകളില് പലരും അവര് തിരികെ പോകുമ്പോൾ അവരെ ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും തെറി വിളിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ് സംഭവിക്കുന്നത്. പക്ഷെ എത്യോപ്യക്കാരായ ആ ക്രൈസ്തവ വിഭാഗത്തിൽ പെട്ടിരുന്ന ആളുകൾ ഇപ്പോ അവര് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക കൂടി ചെയ്തുകൊണ്ട് അള്ളാഹു പരാമർശിച്ച വിധത്തില് ഇരട്ടി പ്രതിഫലത്തിന് അർഹരായിരിക്കുകയാണ്. ഈ ആളുകള് പക്ഷെ വളരെ സൗമ്യമായും അതുപോലെ ഖുർആൻ അവരെ കുറിച്ച് പരാമർശിക്കുന്ന വിധത്തിൽ തന്നെ വളരെ ശരിയായ ഒരു നിലപാടും സ്വീകരിച്ചുകൊണ്ടാണ് മക്കയിലെ ഇസ്ലാമിന്റെ ശത്രുക്കളോട് പ്രതികരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മം അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ, ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ, ആ വിധത്തില് പറഞ്ഞുകൊണ്ട് അവരിൽ നിന്ന് അവരുടെ മൂഢമായ ബുദ്ധിരഹിതമായ ആ നിലപാടിൽ നിന്ന് ആ നിലപാടിനോട് സലാം പറഞ്ഞു പിരിയുകയാണ് ആ സംഘം ചെയ്യുന്നത്. അങ്ങനെ അക്ഷരാർത്ഥത്തിൽ തന്നെ സലാമുൻ അലൈക്കും ലാ നബ്തഗിയൽ ജാഹിലീൻ എന്നാണ് അവരവരോട് പറയുകയുണ്ടായത്. നിങ്ങൾക്ക് സലാം, ജാഹിലുകളുമായി അവിവേകികളുമായി
അല്ലെങ്കിൽ ബുദ്ധിരഹിതമായ വിധത്തില് പെരുമാറുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളുമായി ഞങ്ങളൊരു ഇടപാട് ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പിരിയുന്നത്. അതിനെ തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു ഒരു കാര്യം പ്രത്യേകമായി ഉണർത്തിയതാണ് നമ്മൾ കാണുകയുണ്ടായത്. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്ന അല്ലാഹ യഹ്ദീ മൻ യശാ വഹുവ അഅലമു ബിൽ മുഹ്തദീൻ എന്ന്. പ്രവാചകരെ, താങ്കൾ ഇഷ്ടപ്പെടുന്ന ആളുകളെ താങ്കൾ സന്മാർഗികളാക്കുന്നില്ല. അവരെ സന്മാർഗികളാക്കുക എന്നത് താങ്കൾക്ക് സാധിക്കുന്ന ഒരു കാര്യമല്ല. അള്ളാഹു ഇച്ഛിക്കുന്നവരെ അവൻ സന്മാർഗികളാക്കുന്നു എന്നതാണ് വസ്തുത. വഹുവ അഅലമു ബിൽ മുഹ്തദീൻ, ആരാണ് സന്മാർഗികളാവുക എന്നതിനെ കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്നവൻ അള്ളാഹുവാണ് എന്നുകൂടി അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടായി അള്ളാഹു വെളിപ്പെടുത്തുകയാണ്, വ്യക്തമാക്കുകയാണ്. അതിനെ തുടർന്ന് മക്കയിലെ ആളുകള് എന്തുകൊണ്ട് ഈ നിഷേധ നിലപാട് സ്വീകരിക്കുന്നു എന്ന കാര്യം, അവരുടെ മനസ്സിലിരിപ്പ് എന്തായിരുന്നു, അവരതിന് പരസ്പരം പറഞ്ഞുകൊണ്ടിരുന്ന കാരണം എന്തായിരുന്നു എന്നത് വ്യക്തമാക്കുകയാണ് ഇന്ന് നമ്മൾ വായിച്ചു വെച്ചിരിക്കുന്ന ഈ 57-ാമത്തെ ആയത്തില്. നമുക്ക് ഈ 57-ാമത്തെ ആയത്ത് വിശദമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം. വഖാലു, അവര് മക്കയിലെ ആളുകളെ പരാമർശിച്ചുകൊണ്ടാണ് പറയുന്നത്. അവര് പരസ്പരം ഇങ്ങനെ പറയുകയുണ്ടായി, അല്ലെങ്കിൽ അവർ പറഞ്ഞത് ഇങ്ങനെയാണ്, അവരുടെ പ്രതികരണം ഇതായിരുന്നു. ഇന്നത്തബിഉൽ ഹുദ മഅക നുതഖത്തഫ് മിൻ അർളിന. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തന്നെയാണ് അവർ പറയുന്നത്. ഇന്നത്തബിഉൽ ഹുദ മഅക, താങ്കളെ കൊണ്ടുവന്നിരിക്കുന്ന, താങ്കളോടൊപ്പമുള്ള അല്ലെങ്കിൽ താങ്കളുടെ കൈവശമുള്ള ഈ മാർഗം, ഈ ഹുദ ഞങ്ങൾ പിൻപറ്റുകയാണെങ്കിൽ, നുതഖത്തഫ് മിൻ അർളിന, ഞങ്ങള് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ റാഞ്ചിയെടുക്കപ്പെട്ടു പോകും എന്നാണ് അവർ പറയുന്നത്. അവലം നുമക്കിൻ ലഹും ഹറമൻ ആമിന. അതിനെ തുടർന്ന് അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അവർക്കായിട്ട് നാം ഒരു നിർഭയത്വത്തിന്റെ പവിത്രമായ കേന്ദ്രം ഒരുക്കി കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ? ഇതാണ് അള്ളാഹുവിന്റെ ചോദ്യം. അവർക്ക് നിർഭയത്വം നൽകുന്ന വിശുദ്ധമായ പവിത്രമായ ഒരിടം നാം അവർക്കായിട്ട് ഒരുക്കി കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ? യുജ്ബായിലേക്ക് സമറാത്തു കുല്ലി ഷൈ, എല്ലാ വിധത്തിലുള്ള ഫലവർഗങ്ങളും അവർക്ക് നൽകപ്പെടുന്ന ഒരിടമായിട്ട് അവിടേക്കെല്ലാം എത്തിക്കപ്പെടുകയായിരുന്നു. യുജ്ബായിലേക്ക് സമറാത്തു കുല്ലി ഷൈ, എല്ലാവിധ ഫലവർഗങ്ങളും അവർക്കായിട്ട് ലഭ്യമാക്കപ്പെടുകയായിരുന്നു അവിടെ. റിസ്ഖൻ മിൻ ലദുന്ന, നമ്മുടെ പക്കൽ നിന്നുള്ള അവർക്കായി നൽകപ്പെടുന്ന വിഭവങ്ങളായിട്ട്, റിസ്ഖായിട്ട് എല്ലാവിധ ഫലവർഗങ്ങളും നാം അവർക്ക് അവിടെ എത്തിക്കുന്നുണ്ടായിരുന്നില്ലേ? വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ, എന്നാൽ അവരിലേറെ പേരും കാര്യങ്ങൾ വേണ്ട വിധം മനസ്സിലാക്കാത്തവരാണ്, കാര്യങ്ങൾ ഉൾക്കൊള്ളാത്തവരാണ് എന്നാണ് അള്ളാഹുവോട് പറയുന്നത്. മക്കയുടെയും അതുപോലെ ഖുറൈശികളുടെയും ഒക്കെ ചരിത്രം അല്പം ഒന്ന് പുറകോട്ട് ചികഞ്ഞു നോക്കിയിട്ട് മാത്രം ശരിയായ വിധത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരായത്താണ് ഈ 57-ാമത്തെ ആയത്ത്. മക്കയിലെ ആളുകൾക്ക്, വിശേഷിച്ച് ഖുറൈശികൾക്ക്, അറബ് ലോകത്ത് ആ ഘട്ടത്തില് വലിയ സ്വാധീനവും മേധാവിത്വവും ഒക്കെ ഉണ്ടായിരുന്നു. അറബ് ഗോത്രങ്ങള് പൊതുവെ ബഹുദൈവ ആരാധകരായ ഒരു സമൂഹമായിരുന്നെങ്കിലും അവർക്ക് ഖുറൈശികളോട് കഅബയുടെ കൈകാര്യകർത്താക്കൾ എന്നുള്ള നിലക്ക് വലിയ ഒരു അടുപ്പവും അവരോട് വലിയ ബഹുമാനവും ആദരവും ഒക്കെ ഉണ്ടായിരുന്നു. കഅബയുടെ സാന്നിധ്യം കാരണമായി മക്കയിലേക്ക് ധാരാളം ആളുകൾ വന്നുകൊണ്ടിരുന്നു. അതുപോലെ മക്ക ഒരു രാജ്യാന്തര
വ്യാപാര കേന്ദ്രമായി വളർന്നു. തീർത്ഥാടകർ നിരന്തരം വന്നുകൊണ്ടിരുന്നു. കഅബയുടെ കൈകാര്യകർത്താക്കൾ അതിന്റെ പരിപാലകരും ഒക്കെ ആയിരുന്ന മക്കയിലെ ഖുറൈശി ഗോത്രത്തിലെ ആളുകൾ അലിഖിതമായ വിധത്തിലുള്ള ഒരു നേതൃത്വം അറബ് സമൂഹത്തിന്റെ ഇടയിൽ കൈയാളിയിരുന്നു ആ ഘട്ടത്തില് എന്നതാണ് വസ്തുത. ഹജ്ജിന് തീർത്ഥാടകരെ അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ട് അവർക്ക് ആതിഥേയത്വം നൽകുന്ന ഖുറൈശി സമൂഹത്തിന് അറബ് ഭൂപ്രദേശങ്ങളിലെ സമൂഹങ്ങൾക്കിടയിൽ വലിയ സ്വാധീനവും അവർക്കിടയിൽ വലിയ ജനസമ്മിതിയും ഒക്കെ ഉണ്ടായിരുന്നു. ചരിത്രപരമായിട്ട് അത് പരിശോധിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഖുറൈശി ഗോത്രം വ്യത്യസ്ത വിഭാഗങ്ങളായിട്ട്, വ്യത്യസ്ത കുലങ്ങളായിട്ട് അറേബ്യയുടെ പല ഭാഗങ്ങളിൽ ചിതറിക്കിടക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ഇസ്മായിൽ അലൈഹിസ്ലാമിന്റെ കാലത്ത്, അല്ലെങ്കിൽ ഇബ്രാഹിം അലൈഹിസ്ലാം തന്റെ പത്നി ഹാജറിനെയും പുത്രൻ ഇസ്മായിലിനെയും മക്കയിൽ കൊണ്ടുവന്നാക്കിയ കാലത്ത് മക്ക തീർത്തും വിജനമായ ഒരു പ്രദേശമായിരുന്നു. ജനവാസമില്ലാത്ത, അതുപോലെ കൃഷിയോ ജലലഭ്യതയോ അല്ലെങ്കിൽ വൃക്ഷങ്ങളോ ചെടികളോ ഒന്നും ഇല്ലാത്തൊരു അവസ്ഥയായിരുന്നു മക്കൾക്കുണ്ടായിരുന്നത്. ഏകദേശം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന്റെ മുമ്പ് ഒരു 2500 വർഷങ്ങളോളം മുമ്പായിട്ടാണ് മക്കയില് ഇബ്രാഹിം അലൈഹിസ്ലാമിന്റെ കുടുംബത്തിന്റെ ഒരു ഭാഗം അവിടെ താമസിച്ചു തുടങ്ങുന്നതും മക്കയിലേക്ക് ആളുകളുടെ ശ്രദ്ധ എത്തുന്നതും ഒക്കെ തന്നെ. നൂറ്റാണ്ടുകള് തന്നെ ആ ഒരു അവസ്ഥയിൽ അവിടെ അള്ളാഹുവിനുള്ള ഇബാദത്തിനായിട്ട് ഭൂമിയിൽ ആദ്യമായി പണിയപ്പെട്ട ആ ഭവനം പുനർനിർമ്മിച്ചുകൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാം ആളുകളെ ആ ഭവനത്തിലേക്ക് സന്ദർശകരായി എത്താൻ വേണ്ടി ക്ഷണിക്കുന്ന കാര്യമൊക്കെ ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. ദീർഘമായൊരു കാലം അള്ളാഹുവിന്റെ ഏകത്വം ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിന് വിധേയപ്പെട്ട് അവന് ആരാധനകൾ അർപ്പിക്കുന്ന ആളുകളുടെ ഒരു സന്ദർശന കേന്ദ്രമായിട്ട് കഅബ നിലകൊള്ളുകയുണ്ടായിട്ടുണ്ട്. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം ആയപ്പോഴേക്ക് ഒരുപാട് വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കപ്പെട്ട ഒരു ദേവാലയമായിട്ടൊക്കെ അത് മാറിയിട്ടുണ്ടായിരുന്നു. അള്ളാഹുവിന്റെ പേരിലും വിഗ്രഹങ്ങള് അവര് സ്ഥാപിച്ചിരുന്നു. 360ഓളം വിഗ്രഹങ്ങള് മക്കയിൽ ഈ കഅബയില് പ്രതിഷ്ഠിക്കപ്പെട്ടിരുന്നു എന്നാണ് ചരിത്രം വ്യക്തമാക്കുന്നത്. ഈ കഅബയുടെ കൈകാര്യകർത്താക്കളും പരിപാലകരുമായിട്ട് അന്ന് നിലവിലുണ്ടായിരുന്ന ഖുറൈശി കുടുംബമാണ്. ഖുറൈശി കുടുംബത്തില് ബനൂ ഹാഷിം തലവനായിരുന്ന അബ്ദുൽ മുത്തലിബിന്റെ ചുമതലയിലായിരുന്നു പല കാര്യങ്ങളും കഅബയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത് നിർവഹിക്കപ്പെട്ടിരുന്നത്. ഖുറൈശി കുടുംബം മക്കയിലും പരിസരത്തുമായിട്ട് എത്തുന്നതിനും ഒരു ചരിത്രമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രപിതാവ് ഹുസൈബിന് കിലാബ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന വ്യക്തി, അദ്ദേഹമാണ് ഈ ഖുറൈശി ഗോത്രങ്ങളെ, അറേബ്യയുടെ പല ഭാഗങ്ങളിലായി ചിതറിക്കിടന്നിരുന്ന വിവിധ വിഭാഗങ്ങൾ, ഖുറൈശി ഗോത്രത്തിലെ വിവിധ വിഭാഗങ്ങളെ ഒരുമിച്ച് കൂട്ടി അവരെ എല്ലാവരെയും മക്കയിലും പരിസരത്തുമായിട്ട് താമസിക്കാൻ പ്രേരിപ്പിച്ചു കൊണ്ടുവന്നു. അദ്ദേഹം ചരിത്രത്തില് മുജമ്മ്യ എന്ന പേരിലാണ് ഇക്കാരണത്താൽ അറിയപ്പെടുന്നത്. എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുവന്ന ആള് എന്നുള്ളതാണ്. ഈ ഒരു സംഭവത്തിന്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രംഗത്ത് വരുന്നതിന്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമാണത്. ഈ ഒരു സംഭവത്തിനെ തുടർന്നാണ് മക്കയില് ഖുറൈശികൾക്ക് വലിയ പ്രാധാന്യമുണ്ടായി വരുന്നതും അവര് കഅബയുടെ പരിപാലകരായിക്കൊണ്ട് രംഗത്ത് വരുന്നതൊക്കെ. അത് കാരണമായി ഭൗതികമായിട്ടും മതപരമായിട്ടും ഒക്കെ തന്നെ ഒരുപാട് ഒരു പ്രാധാന്യമുള്ള ഒരു റോളിലാണ് ഖുറൈശികള് കഴിഞ്ഞുകൂടിയിരുന്നത്.
ഖുറൈശികൾക്ക് എന്തെങ്കിലും കുടുംബപരമായോ ഗോത്രപരമായോ പ്രാധാന്യം നേടാൻ സാധിച്ചത് കഅബ കാരണമായിട്ടാണ്. കഅബയുടെ പരിപാലകർ എന്നുള്ള നിലക്കാണ് അവർക്ക് അതിന് ഒരവസരം ഉണ്ടായി വന്നിട്ടുള്ളത്. അങ്ങനെ കഅബയുടെ പരിപാലകർ എന്നുള്ള നിലക്ക് വലിയ സ്വാധീനവും അതുപോലെ അറബികൾക്കിടയിൽ വലിയ ജനസമ്മിതിയൊക്കെ ഖുറൈശികൾ ആർജിക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ ഈ കഅബയുടെ സാന്നിധ്യമാണ് അവർക്ക് അവരുടെ ജീവിതാവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു അടിത്തറയായിട്ട്, ഒരു വരുമാന മാർഗമായിട്ടും, അതുപോലെ ഒരു അവരുടെ കച്ചവട സാധ്യതകൾ തെളിയുന്നതിനുള്ള ഒരു കാരണമായിട്ടൊക്കെ വർത്തിക്കുന്നത്. മക്കയില് നിരന്തരം ആളുകൾ സമീപ പ്രദേശങ്ങളിൽ ഒന്നുമില്ലാത്ത വിധത്തില് ആളുകൾ വന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് മക്ക ഒരു വ്യാപാര കേന്ദ്രമാകുന്നതിന് വലിയ കാരണമാവുകയാണ്. സിറിയയിൽ നിന്നും ഈജിപ്തിൽ നിന്നും വിദൂര നാടുകളിൽ നിന്നൊക്കെ കച്ചവട ചരക്കുകൾ വാങ്ങിക്കൊണ്ടുവന്ന് മക്കയിൽ വിപണനം ചെയ്യുന്ന വിധത്തില് അങ്ങനെ മക്ക ഒരു വ്യാപാര കേന്ദ്രമായി, വിശേഷിച്ച് ഒരു ആ കാലഘട്ടത്തിലെ ഒരു കാര്യങ്ങള് പരിഗണിക്കുമ്പോൾ ആ കാലഘട്ടത്തിലെ ഒരു അന്തർദേശീയ വിപണന വ്യാപാര കേന്ദ്രമായിട്ട് മക്ക വളർന്നു വന്നിട്ടുണ്ടായിരുന്നു. മക്കയിലെ ഖുറൈശികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വലിയ ജീവിത വിഭവങ്ങൾ ലഭ്യമാവാനും വരുമാനത്തിനും ഒക്കെ ഉള്ള വലിയ സാധ്യതയായിട്ട് ഈ ഒരു സാഹചര്യം തെളിഞ്ഞു വരും. അപ്പോ അതുകൊണ്ട് തന്നെ മക്കയില് ഈ ഖുറൈശികൾക്കും ഖുറൈശികളെ പോലെയുള്ള ഇതര കുടുംബങ്ങൾക്കും ഒക്കെ തന്നെ കഅബയോട് അവരുടെ ജീവിത വിഭവങ്ങളുടെ ഒരു ആശ്രയം അല്ലെങ്കിൽ സ്രോതസ് എന്നൊക്കെ ഉള്ള നിലക്ക് പോലും അവർക്ക് വല്ലാത്ത പ്രതിബദ്ധത ഉണ്ടായിരുന്നു. പക്ഷെ അതിനിടക്ക് അവര് അള്ളാഹുവിന്റെ ഏകത്വം ഉയർത്തി പിടിക്കുന്നതിനും അള്ളാഹുവിനുള്ള വിധേയത്വം പ്രഖ്യാപിക്കുന്നതിനും ഒക്കെ ആയിട്ട് നിർമ്മിക്കപ്പെട്ട ഭൂമുഖത്തെ ആദ്യത്തെ ഭവനമായിരുന്നു കഅബ എന്ന കാര്യം. അതൊക്കെ അവര് വിസ്മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അവര് ഒട്ടേറെ വിഗ്രഹങ്ങളെയും അതുപോലെ ആരാധനാമൂർത്തികളെയൊക്കെ പ്രതിഷ്ഠിച്ചു വെച്ചുകൊണ്ട് അതൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു സംവിധാനമായിട്ടാണ് കഅബയെ അവർ കണ്ടിരുന്നത്. കഅബ കാരണമായിട്ട് അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ഐശ്വര്യം അവരുടെ ഈ വിഗ്രഹങ്ങളും ദേവന്മാരും ദേവിമാരും ഒക്കെ കാരണമായിട്ടുള്ളതാണ് എന്ന ഒരു ധാരണയിലാണ് മക്കയിലെ ആളുകൾ ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ സംഭവിക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് വെക്കുന്ന ഈ ആദർശം, അള്ളാഹുവിന്റെ ഏകത്വത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഈ ജീവിത ദർശനം, ഇത് അവതരിപ്പിക്കപ്പെട്ടപ്പോ അവര് വലിയ ആശങ്കയിലാവുകയാണ്. അറേബ്യയിലുടനീളമുള്ള ഗോത്രങ്ങളൊക്കെ നമ്മളോട് വിധേയത്വം കാണിച്ചുകൊണ്ട് നമുക്ക് വലിയ പരിഗണന തന്നുകൊണ്ട് നിലകൊള്ളുന്നത് നമ്മൾ കഅബയുടെ പരിപാലകരാണ് എന്നുള്ള നിലക്കാണ്. കഅബയിലാണെങ്കിൽ 300-ലേറെ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുണ്ട്. അവയൊക്കെ ആരാധിക്കുന്ന ആളുകളും അറേബ്യയിലെങ്ങും ഉണ്ട് താൻ. അപ്പൊ ഇനി ഈ വിഗ്രഹങ്ങളൊക്കെ കളഞ്ഞുകൊണ്ട് അള്ളാഹുവിന് മാത്രം വിധേയത്വം നൽകുന്ന കൂട്ടരായിട്ട് ഖുറൈശികൾ മാറുകയാണെങ്കിൽ അറേബ്യൻ ഗോത്രങ്ങൾക്കിടയിൽ അവർക്കുണ്ടായിരുന്ന ജനസമ്മിതിയും പിന്തുണയും പിൻബലവും ഒക്കെ നഷ്ടപ്പെടാനും അവര് വേരുകള് നഷ്ടപ്പെട്ടവരായി മാറാനും ഒക്കെ കാരണമാകും എന്നാണ് അവര് ആശങ്കിക്കുകയുണ്ടായത്. ഇതാണ് നമ്മൾ ഇന്ന് വായിച്ചു വെച്ചിരിക്കുന്ന ആയത്തില് മക്കയിലെ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സൂചിപ്പിക്കുന്നത്. ഖാലു, അവര് പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്: ഇന്നത്തബിഉൽ ഹുദ, ഞങ്ങൾ ഈ ഹുദ പിൻപറ്റുകയാണെങ്കിൽ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്ന ഈ ജീവിത സരണി, ഈ സന്മാർഗം, ഈ ദീന് ഞങ്ങൾ പിൻപറ്റുകയാണെങ്കിൽ, നുതഖത്തഫ് മിൻ അർദിന, ഞങ്ങൾ നാട്ടിൽ നിന്ന് റാഞ്ചിയെടുക്കപ്പെടും എന്നാണ് അവർ ആശങ്ക പ്രകടിപ്പിക്കുന്നത്.
എന്ന് പറഞ്ഞാൽ ഞങ്ങള് വേരോട് എറിയപ്പെടും. പിന്നെ അറബ് സമൂഹത്തിലോ ആ ഭൂപ്രദേശത്തുള്ള ആളുകൾക്കിടയിലോ നമുക്കൊരു സ്വാധീനവും ഉണ്ടാവില്ല. ഖുറൈശികൾ കഅബയുടെ പരിപാലകരും കൈകാര്യകർത്താക്കളും എന്നൊക്കെയുള്ള നിലക്ക് അവര് ആസ്വദിച്ചിരുന്ന ആ സ്ഥാനവും പദവിയും സ്വീകാര്യതയും ഒന്നും അവർക്ക് നിലനിർത്തി പോകാൻ കഴിയുകയില്ല. അറബികൾ അവരെ കൈയൊഴിഞ്ഞു കളയും. സ്വാഭാവികമായിട്ടും അത് അവരുടെ ജീവിതായോധനത്തെയും അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന വിഭവങ്ങളുടെ സാധ്യതയൊക്കെ ബാധിക്കും. അവരുടെ വരുമാന മാർഗങ്ങൾ അടഞ്ഞു പോകും. ഇതുവരെ അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന ആ വ്യാപാര കേന്ദ്രം എന്നുള്ള നിലക്ക് ലഭിച്ചിരുന്ന പല സൗകര്യങ്ങളും ഇല്ലാതെയാകും. അവര് എല്ലാ നിലക്കും ഭൗതികാർത്ഥത്തിൽ തന്നെ തകർന്നവരായി മാറും എന്നതൊക്കെയാണ് അവരുടെ ആശങ്ക. നുതഖത്തഫ് മിൻ അർളിന, നാട്ടിൽ നിന്ന് ഞങ്ങള് റാഞ്ചി എടുക്കപ്പെടും എന്ന് പറഞ്ഞ് പിഴുതെറിയപ്പെടും എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ഇമേജ് ഒരു പക്ഷി, ഒരു വലിയ പക്ഷി ഒരു കോഴിക്കുഞ്ഞിനെയൊക്കെ റാഞ്ചി എടുക്കുന്നത് പോലെയുള്ള, പിന്നെ അതിന് നിലനിൽപ്പില്ലാതാവുന്ന വിധത്തിലുള്ള ആ ഒരു ഇമേജ് ആണ് ഇവിടെ ഉള്ളത് ഈ പ്രയോഗത്തിൽ. അപ്പൊ നുതഖത്തഫ് മിൻ അർളിന, നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മൾ പിഴുതെറിയപ്പെടുന്ന ഒരവസ്ഥയുണ്ടാവും. ആളുകള്, ഖുറൈശികൾ പ്രത്യേകിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു കൊടുക്കുന്ന ആ മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ സന്നദ്ധരാവുകയാണെങ്കിൽ പിന്നെ അവർക്ക് ഇപ്പോ നാട്ടിലുള്ള സ്വാധീനവും പ്രതാപവും അതുപോലെ ജനസമിതി ഇതൊന്നും ഇല്ലാതെയാകും, നാട്ടിൽ നിന്ന് പിഴുതെറിയപ്പെട്ടവരാകും എന്നാണ് അവർ ആശങ്കപ്പെടുന്നത്. യഥാർത്ഥത്തിൽ മക്കയില് പരിസര പ്രദേശങ്ങളിലൊന്നുള്ള ആളുകൾക്ക് ലഭിച്ചിട്ടില്ലാത്ത വലിയൊരു ഗുണം, വലിയൊരു അഡ്വാൻറ്റേജ് മക്കയിലെ ആളുകൾക്ക് ലഭിക്കാൻ സാഹചര്യമായത് എന്താണ് എന്നതാണ് അള്ളാഹു ഇവിടെ അവരെ ഓർമ്മിപ്പിക്കുന്നത്. അവലം നുമക്കിൻ ലഹും ഹെറമൻ ആമിന, അവർക്ക് നാം ഒരു ഹെറമിനെ നിർഭയകേന്ദ്രമാക്കി അവരുടെ ഇടമാക്കി നൽകിയുണ്ടായിട്ടില്ലേ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. യഥാർത്ഥത്തിൽ അവരിപ്പോ ആസ്വദിക്കുന്ന മക്കയിലെ കഅബയുടെ പരിപാലകരെന്നുള്ള നിലക്ക് അവർക്ക് ആർജിക്കാൻ സാധിച്ചിട്ടുള്ള, നേടാൻ കഴിഞ്ഞിട്ടുള്ള എല്ലാ ഗുണങ്ങളും ഉണ്ടായിട്ടുള്ളത് അത് ഈ ഇടത്തിന്, മക്കയിലെ ആ സ്ഥലത്തിന് അള്ളാഹു അതിനെ ഹെറമായി നിശ്ചയിക്കുകയും അതുപോലെ ശാന്തി സമാധാനങ്ങളുടെ കേന്ദ്രമായിട്ട് അതിനെ രൂപപ്പെടുത്തുകയൊക്കെ ചെയ്ത ദൈവിക നടപടിയിലൂടെ ഉണ്ടായി വന്നതാണ് എന്ന കാര്യമാണ് അവർ വിസ്മരിക്കുന്നത്. അവര് കരുതുന്നത് അവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരുന്ന പല വിഗ്രഹങ്ങളുടെയും പല ദൈവങ്ങളുടെയും ദേവതകളുടെയും ഒക്കെ കാരണമായിട്ടാണ് അവർക്ക് ആ ഐശ്വര്യമൊക്കെ ഉണ്ടായിട്ടുള്ളത് എന്നാണ്. യഥാർത്ഥത്തിൽ ആ ഭൂപ്രദേശത്തേക്ക് ആളുകളുടെ ശ്രദ്ധ എത്തുന്നത് തന്നെ ഏകനായ പ്രപഞ്ചനാഥന് ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട ആ ഭവനത്തിന്റെ കാരണത്താലാണ്. അതിലൂടെയാണ് അവർക്ക് ആ പ്രദേശത്തെ അള്ളാഹു ഒരു പവിത്രതയുള്ള കേന്ദ്രമാക്കി മാറ്റുകയും അവർക്ക് ജീവിത ഐശ്വര്യങ്ങൾ തുറന്നു കിട്ടാൻ കാരണമാകുന്ന വിധത്തില് ശാന്തിയും സമാധാനവും ഒക്കെ നിലനിൽക്കുന്ന ഒരിടമായി മാറുകയൊക്കെ ചെയ്തിട്ടുള്ളത് അതിനാലാണ്. ആ വിധത്തിൽ അള്ളാഹു അതിനെ ആസൂത്രണം ചെയ്തതാണ് എന്നതാണ് വസ്തുത. കഅബയുടെ നിർമ്മാണത്തിന്റെ പുനർനിർമ്മാണം പൂർത്തീകരിച്ച ഘട്ടത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാഹുവിനോട് നടത്തുന്ന പ്രാർത്ഥന വർസുഖ് അഹ്ലഹ എന്ന് പറഞ്ഞുകൊണ്ട് ആ മക്കയുടെ ആളുകൾക്ക്, മക്കയിലെ അധിവസിക്കുന്ന ആളുകൾക്കായിട്ട് നീ എല്ലാ സമറാത്തും ലഭ്യമാക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചുകൊണ്ടാണ് തുടർന്ന് ഇങ്ങോട്ട് ദീർഘമായ ഒരു കാലം തന്നെ മക്ക എല്ലാ വിഭവങ്ങളും ലഭ്യമാകുന്ന ഒരു പ്രദേശമായിട്ട് പരിവർത്തിപ്പിക്കപ്പെടുന്നത്. ഒരു വ്യാപാര കേന്ദ്രമായി മാറുന്നു, ആളുകൾക്ക് വിപണനത്തിനുള്ള അവസരം ഉണ്ടാകുന്നു, എല്ലാവിധ വിഭവങ്ങളും ലഭ്യമാകുന്നു. ആളുകളുടെ സാന്നിധ്യം കൊണ്ട് ആ ഇടം, ആ പ്രദേശം എന്നും ശ്രദ്ധ ആകർഷിക്കപ്പെടുന്നു. ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നത് പവിത്രമായ ഈ ഭവനം അവിടെ സ്ഥാപിക്കപ്പെട്ടത് കൊണ്ടും ആളുകളെ അത് കാരണമായി അങ്ങോട്ട് അള്ളാഹു ആകർഷിക്കുകയും ചെയ്തുകൊണ്ടൊക്കെയാണ്. ഇത് യഥാർത്ഥത്തിൽ അള്ളാഹു ആ പരിസരത്തുള്ള ആളുകൾക്ക്
ചെയ്തു കൊടുത്ത ഒരു നിയമത്താണ് എന്നതാണ് വസ്തുത. അവലം നുമക്കിൻ ലഹും ഹറമൻ ആമിന, അതിനെ ഒരു നിർഭയത്വമുള്ള ഒരു ഹെറമായിട്ട്, ഒരു പവിത്രതയുള്ള കേന്ദ്രമായിട്ട് അവർക്ക് അധിവസിക്കാനുള്ള ഒരു ഇടമായിട്ട് നാം ഒരുക്കി കൊടുക്കുകയുണ്ടായിട്ടില്ലേ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. യുജ്ബാ ഇലൈഹി സമറാത്തു കുല്ലി ശൈഇൻ, എല്ലാവിധ ഫലവർഗങ്ങളും അവിടേക്ക് നൽകപ്പെടുന്ന, അവിടേക്ക് എത്തിക്കപ്പെടുന്ന വിധത്തിൽ റിസ്ഖൻ മിൻ ലദുന്ന, നമ്മുടെ പക്കൽ നിന്നുള്ള ജീവിത വിഭവങ്ങൾ എന്നുള്ള നിലയ്ക്ക് അതൊക്കെയും അവിടെ ലഭ്യമാക്കപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായത് അത് അള്ളാഹു ആ നിലക്ക് അതിനെ സജ്ജീകരിച്ചത് കൊണ്ടല്ലേ എന്നതാണ് അള്ളാഹു അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യം. മക്ക അതിന്റെ മുമ്പ് ആരുടെയും ശ്രദ്ധ പതിഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നില്ല. യഥാർത്ഥത്തിൽ വിജനമായ, ആരും താമസിക്കുന്നുണ്ടായിരുന്നില്ലാത്ത, കൃഷിയോ അല്ലെങ്കിൽ ചെടികളോ മരങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ലാത്ത ഒരു ഉണങ്ങി വരണ്ട ഒരു പ്രദേശമായിരുന്നു. ആ പ്രദേശത്തേക്ക് ഈ വിധത്തില് ജനശ്രദ്ധ ഉണ്ടായി വരുന്നതും അവിടെ ഇത്രയും ഭൗതികമായി തന്നെ വളർച്ചയും അഭിവൃദ്ധിയൊക്കെ നേടുന്ന ഇടമായി മാറിയതും ഒക്കെ ഈ കഅബ കാരണവും അതിനെ അള്ളാഹു ഒരു ഹെറമായി നിശ്ചയിച്ചത് കൊണ്ടും ഒക്കെയാണ് എന്നതാണ് വസ്തുത. പക്ഷെ അവരത് ഓർക്കുന്നില്ല, അവരതിനെ കുറിച്ച് വിസ്മൃതിയിലാണ്. അപ്പൊ അള്ളാഹു അവരെ ഓർമ്മിപ്പിക്കുകയാണ്, അവർക്കായിട്ട് നാം അവരുടെ ഈ താമസ സ്ഥലത്തെ പവിത്രമായ ഒരു നിർഭയത്വത്തിന്റെ കേന്ദ്രമാക്കി എല്ലാവിധ വിഭവങ്ങളും ലഭ്യമാകുന്ന ഒരിടമാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നില്ലേ എന്നതാണ് ചോദ്യം. എന്നിട്ട് തുടർന്ന് അള്ളാഹു പറയുന്നത് വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ, എന്നാൽ അവരിലേറെ പേരും കാര്യങ്ങൾ അറിയുന്നവരല്ല, കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരല്ല എന്നാണ് ഇവിടെ പറയുന്നത്. മക്കയിലെ ആളുകളുടെ ആശങ്ക, ഇപ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് വെക്കുന്ന ജീവിത ദർശനം ഉൾക്കൊണ്ട് ആ മാർഗം സ്വീകരിക്കുന്നവരായിട്ട് അവർ മാറുകയാണെങ്കിൽ അറബികൾക്കിടയിൽ അവർക്കുണ്ടായിരുന്ന, ഖുറൈശികൾക്കുണ്ടായിരുന്ന പ്രാധാന്യം ഇല്ലാതാവും. മക്കൾക്ക് ഒരു വ്യാപാര കേന്ദ്രം എന്നുള്ള നിലക്ക് ഒരു സ്വീകാര്യത ഇല്ലാതെയായി മാറും. അവർക്ക് ഇപ്പോ അനുഭവിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഭൗതികമായ നേട്ടങ്ങളോ സുഖക്ഷേമമോ അനുഭവിക്കാൻ കഴിയാതെയാകും. അവര് വേര് പിഴുതെടുക്കപ്പെട്ട ആളുകളെ പോലെ, അല്ലെങ്കിൽ വേര് പിഴുതെടുക്കപ്പെട്ട അവസ്ഥയിൽ റാഞ്ചപ്പെട്ട പോലെയുള്ള ഒരു അവസ്ഥയിലായി മാറും എന്നാണ് അവർ ആശങ്കപ്പെട്ടത്. യഥാർത്ഥത്തില് ആത്മീയമായ അല്ലെങ്കിൽ മതപരമായ കാരണത്തെക്കാളേറെ അവരുടെ ഇത്തരം സാമ്പത്തിക താല്പര്യങ്ങളാണ് മക്കയിലെ ആളുകൾക്ക് അവരിപ്പോ പിന്തുടർന്നു വരുന്ന തെറ്റായ ജീവിത സരണി കൈയൊഴിഞ്ഞ് സത്യമാർഗത്തിലേക്ക് വരുന്നതിന് തടസ്സമായിട്ട് അവർക്കുണ്ടായിരുന്നത് എന്നൊരു കാര്യമാണ് ഇവിടെ വ്യക്തമാക്കപ്പെടുന്നത്. അവരുടെ ബഹുദൈവത്വ വിശ്വാസവും അള്ളാഹു അല്ലാത്ത പലരെയും ആരാധിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ അവസ്ഥയൊക്കെ തന്നെ അതിലൊക്കെ തന്നെയും അവര് കൺസേൺഡ് ആയിരുന്നുവെങ്കിൽ പോലും അതിൻ്റെയൊക്കെ അടിത്തറയായിട്ട് നിലകൊള്ളുന്ന അവരുടെ സാമ്പത്തിക താല്പര്യങ്ങള് ഇവിടെ തകർന്നടിയും എന്നൊരു ആശങ്കയാണ് അവരെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കുന്നതിൽ നിന്ന് തടഞ്ഞു നിർത്തിക്കൊണ്ടിരുന്നത് എന്നൊരു കാര്യമാണ് ഇവിടെ വ്യക്തമാക്കപ്പെടുന്നത്. യഥാർത്ഥത്തിൽ അവരിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സർവ്വവിധത്തിലുള്ള ഐശ്വര്യവും അവർക്ക് അനുഭവിക്കാൻ സാധിച്ചത് ഏകനായ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടി മക്കയിൽ സ്ഥാപിക്കപ്പെട്ടിരുന്ന കഅബ, മസ്ജിദുൽ ഹറാമിന്റെ ആ ഇടം, ആ പവിത്രമായ ഇടം കാരണമായിട്ടാണ് എന്ന കാര്യം അവര് സൗകര്യപൂർവ്വം വിസ്മരിച്ചിരുന്നതായിരുന്നു എന്നതാണ് ഈ ആയത്ത് വ്യക്തമാക്കുന്ന കാര്യം. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.